ഹായ് ഫ്രണ്ട്സ്, കുങ്ഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. കുങ്ഫു പ്രാക്ടീസ് ചെയ്യുന്നതിന് സ്ട്രെങ്ത് ഉള്ളൊരു ബോഡി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്ട്രെങ്ത്തിനും ഫ്ലെക്സിബിലിറ്റിക്കും ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ടുള്ള കുറച്ച് കൈയുടെയും കാലുകളുടെയും മൂവ്മെൻറ്റുകളാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മൂവ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ലെഗിനൊരു ബേസിക് സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് ഇതുപോലെ കാല് ഒരല്പം ഇതുപോലെ ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക. ഇനി ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ബോഡി സ്ട്രൈറ്റ് വെച്ചിട്ട് നമ്മൾ സീറ്റിൻ്റെ വശം ഇത് ഗ്രൗണ്ടിലേക്ക് മാക്സിമം താഴുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. റേസ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ ബോഡി മുന്നിലേക്ക് ഡൗൺ ആയി പോകാതെ സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ് പരമാവധി കുറയുന്ന രീതിയിൽ ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. ഇതൊരു 10 സെക്കൻഡോളം നിങ്ങൾ ഈ ഒരു പൊസിഷൻ ചെയ്യുക. അതിനുശേഷം തിരിച്ച് ഈ ഒരു ഭാഗത്തേക്കും ഇവിടെയും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്യാം. സെയിം ഇത് ചെയ്തതിന് ശേഷം അതേ പൊസിഷനിൽ തന്നെ നേരെ ബാക്കിലേക്ക് ഈ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഈ ലെഗ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ബാക്കിലേക്ക് ബോഡി വെയിറ്റ് ഇങ്ങോട്ട് കൊടുക്കുക. ആ സമയത്ത് ഈ കാല് ഇതുപോലെ ഹീല് താഴെ ടച്ച് ചെയ്തിട്ട് ടോ മുകളിലേക്ക് പൊങ്ങി വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് കൈ ഒന്ന് നീക്കും മുകളിലായിട്ട് തൈസിന്റെ ഈ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. ഈ കൈ ഇതുപോലെ ഇവിടെയും കൊടുക്കുക. ഇനി ഇവിടെ ഒന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ കാഫിലേക്കും അതുപോലെ തന്നെ ഹാംസ്ട്രിങ് മസിലിലേക്കും ഒക്കെ കിട്ടുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പൊസിഷൻ ചെയ്ത് ഓരോ ദിവസം തോറും പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ഡൗൺ ആകുക. ഇതുപോലെ താഴ്ന്നു വരിക. ഇങ്ങനെ വരുന്ന പൊസിഷനിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഫ്ലോറിലേക്ക് ടച്ച് ആവുന്ന രീതിയിൽ ഈ ഒരു പൊസിഷനിലേക്ക് താഴേക്ക് വരുന്ന രീതിയിലാകാം. തിരിച്ച് പോരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും കൈയുടെ ഒരു സപ്പോർട്ടോടെ പോരുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ ഇവിടുന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരാൻ സാധിക്കും. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതിലേക്കും അതുപോലെ തന്നെ വരിക. നന്നായിട്ടൊന്ന് ഈ ഒരു ഭാഗം മൊത്തം സ്ട്രെച്ച് ആവുന്ന രീതിയിൽ ഒന്ന് താഴേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. കൈ ജസ്റ്റ് ഒന്ന് ഇവിടെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് താഴേക്ക് ഇതുപോലെ തന്നെ മാക്സിമം ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. പതിയെ താഴേക്ക് ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഓരോ ദിവസം തോറും ചെയ്യുന്തോറും ഇതുപോലെ താഴേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു പൊസിഷനിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലെഗിന് നല്ല സ്ട്രെച്ച് വന്നു കഴിഞ്ഞിട്ട് 1 2 3 4 5 ലാസ്റ്റ് ടൈമിന് വരുമ്പോഴത്തേക്കും നിങ്ങൾ അത്യാവശ്യം നല്ല സ്ട്രെച്ച് ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ തൈസിന്റെ താഴ്വശത്ത് ഈ ഒരു ഭാഗത്ത് ഹാംസ്ട്രിങ് മസിലിന്റെ ഈ ഒരു ഭാഗം ഫ്ലോറിൽ വന്നിട്ട് ഇതുപോലെ ഒരു ടച്ച് ചെയ്തിട്ട് ആ ടച്ചിൽ ജസ്റ്റ് ഇങ്ങോട്ട് പൊങ്ങി വരുന്ന രീതിയിൽ ഇവിടെ ഒരു ടച്ച് കൊടുത്തിട്ട് നമ്മളൊരു സ്പ്രിംഗ് ബോർഡിൽ വരുന്ന രീതിയിൽ ഈ രണ്ട് ഭാഗം താഴെ ടച്ച് ആവുന്ന രീതിയിൽ സ്ട്രെച്ച് നന്നായിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ ഒരു മൂവ്മെന്റ് കൂടി ചെയ്യാം. അതുപോലെ തന്നെ ലെഗ് ഇതുപോലെ തന്നെ വെക്കുക. ഇത്തവണ ഈ കാലൊന്ന് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ചു വെക്കണ്ട. പാദം പുറത്തേക്കായിട്ട് താഴ്വശം അതുപോലെ ഇരിക്കുന്ന രീതിയിൽ അങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടുന്ന് നീ താഴെ ഒന്ന് ടച്ച് ചെയ്യുക. ഇത്രയും പാദം താഴെ ടച്ച് ആവുക. ലെഗ് ഇതുപോലെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് മുന്നിലേക്ക് കയറ്റി വെക്കുക. ഇനി ഇവിടെ നിന്ന് ചെയ്യേണ്ടത് കൈ ഒന്ന് ഇവിടെ സപ്പോർട്ട് കൊടുക്കുക, ഹിപ്പിൽ സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്പ്ലിറ്റ് മൂവ്മെൻറ്റിലൊക്കെ ലെഗ് സ്ട്രെച്ച് ചെയ്യുന്നതിനും സ്പ്ലിറ്റ് മൂവ്മെൻറ്റിനൊക്കെ നല്ലൊരു രീതിയിൽ ഈ ഒരു ഇത് ഗുണം ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യുക. അത് നേരെ ഓപ്പോസിറ്റിലേക്ക് ചെയ്യുന്ന സമയത്ത് ടോ ഇതുപോലെ ഒന്ന് തിരിക്കുക പുറത്തേക്ക്. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫ്ലോറിലേക്കാണ് ഇതുപോലെ ഗ്രിപ്പുള്ള ഫ്ലോറിലേക്കാണ് ചെയ്യുന്നെങ്കിൽ ക്യാൻവാസ് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കാലിൻ്റെ സ്കിന്നൊക്കെ ഒരു ഇത്തിരി പെയിൻ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഒന്ന് ലെഗ് ഒന്ന് റൈസ് ചെയ്തിട്ട് നോക്കാം. സെയിം ഇതേപോലത്തെ മൂവ്മെൻറ്റ് തന്നെ ലെഗ് ഇതുപോലെ ഒന്ന് മുന്നിലേക്കൊന്ന് റൈസ് ചെയ്യുക. താഴേക്ക് വെക്കുന്ന സമയത്ത് മുന്നിൽ വെച്ചിരിക്കുന്ന കാല് അതുപോലെ ബാക്കിലേക്കും ഈ ഒരു കാല് 1 ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന കാല് 2 ബാലൻസ് പോവാതെ വീഴാതെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ആദ്യം ചെയ്യുമ്പോൾ ഇത്തിരി ഹൈറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടിയാലും മതി. പക്ഷേ നിങ്ങൾ ചെയ്യും തോറും ഓരോ ദിവസം തോറും ഇത് ഹൈറ്റ് കൂട്ടി കൊടുക്കുക. തിരിച്ചു വരുമ്പോഴും ഇത് മുകളിലേക്ക് അങ്ങനെ ബോഡീനെ മാക്സിമം ഒന്ന് ബാലൻസ് കൊടുത്തുകൊണ്ട് വീഴാതെ ശ്രദ്ധിച്ചൊന്ന് ചെയ്യുക. ഓക്കെ, 1 2 1 2 കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ഇത് 1 2 1 2 1 2 ഇതുപോലെ ഒന്ന്
കുറച്ചും കൂടി നല്ല സ്പീഡ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് രണ്ട് സൈഡ് സെയിം അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യാം. അപ്പോൾ അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് ലെഗ് ഇതുപോലെ ഒന്ന് കയറ്റി വെക്കുക, അടുത്ത ലെഗ് ബാക്കിൽ. ഇനി ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് റൈസ് ചെയ്തു. ഇനി ഇവിടുന്ന് ഒരു ആംഗിളിലേക്കാണ് പോകേണ്ടത്. സ്ട്രൈറ്റ് പോവാതെ ഈ ലെഗിൻ്റെ പൊസിഷൻ ഒരു 45 ഡിഗ്രി ആംഗിളിലേക്ക് ബാക്കിലെ ലെഗ് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്യുക. തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ലെഗ് എവിടെയാണ് വെച്ചത് അവിടെ തന്നെ വരിക. അങ്ങോട്ട് വന്നിട്ട് നേരെ സീറ്റ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ടൈം ഒരു സ്ട്രെച്ച് ചെയ്തതുപോലെ ഇങ്ങോട്ട് ഇരിക്കുക. ബോഡി വെയിറ്റ് ഫുൾ ആയിട്ടിട്ട് ഇങ്ങോട്ട് ഇരിക്കുക. കൈ ഇവിടെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താഴേക്ക് ഇങ്ങനെ വീണ് പോവാതെ ഇതുപോലെ ഇവിടെ വരിക. പിന്നെ ഇവിടുന്ന് നമ്മൾ ഉയർന്നു വരുന്ന സമയത്ത് ഇതിൽ നിന്ന് തന്നെ വീണ്ടും ഈ ഒരു റൈസ് ചെയ്യുക. തിരിച്ച് അവിടെ വരുന്ന സമയത്ത് വീണ്ടും അതുപോലെ ഇങ്ങോട്ട് ഇരിക്കുക, വീണ്ടും ചെയ്യുക. ഫസ്റ്റ് സ്റ്റേജിൽ ഇതൊന്ന് 1 by 1 ആയിട്ട് ഓരോന്ന് ചെയ്യുക. ലെഗ് റൈസ് ചെയ്യുക, അതിനുശേഷം ഇവിടെ ഇരിക്കുക, വീണ്ടും തിരിച്ചു വരിക, വീണ്ടും റൈസ് ചെയ്യുക, ലാൻഡ് ചെയ്യുക, ഇരിക്കുക. ഇനി ഒരു ചെയിനായിട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം ചെയ്തൊന്ന് സ്പീഡായി കഴിഞ്ഞാൽ പിന്നെ ഈ മൂവ്മെൻറ്റ് ടച്ചായാൽ ഇതും നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ടച്ചായിട്ട് തിരിച്ചു പോരുവാണ്. നമ്മളൊരു സ്പ്രിംഗ് ബോർഡിൽ ഇടിച്ചു പോരുന്നത് പോലെ ഈ ഒരു മൂവ്മെൻറ്റിൽ വീണ്ടും പോവുക, ടച്ച്, ഇതുപോലെയും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ സ്ട്രെച്ചിങ് മൂവ്മെൻറ്റുകൾ ഞാൻ എല്ലാം ചെയ്യുന്നില്ല, ഓരോ ക്ലാസ്സിലും ഓരോ മൂവ്മെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെച്ചിങ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഫുൾ ബോഡി സ്ട്രെച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ബോഡി സ്ട്രെച്ചിങ് വരും. കാരണം അത് ഇത്തിരി ടൈം എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഒറ്റ വീഡിയോയിൽ തീരില്ല, അത്രയും ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫുൾ സ്ട്രെച്ച് വേണമെന്ന് അങ്ങനെ ആഗ്രഹമുള്ളവർ ജസ്റ്റ് വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഫുൾ സ്ട്രെച്ചിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ബേസിക് സ്ട്രെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ചെറിയൊരു മൂവ്മെൻറ്റിലേക്ക് കിടക്കാം. നമ്മൾ ഇതിനു മുമ്പ് ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു 5 സ്റ്റാൻസിൻ്റെ ബേസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റാൻസിലേക്ക് നമ്മളൊരു ബോഡി മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒന്ന് ബോ ചെയ്യുക, ഇത് ഫുൾ ബാക്ക് ചെയ്ത് നേരെ ഇവിടെ രണ്ട് സൈഡിലും ഈ ഒരു പൊസിഷനിലേക്ക് വെക്കുക. ഇനി ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ലെഗ് മുന്നിലേക്ക് ഇതുപോലെ ഒരു സ്റ്റെപ്പ് ഒന്ന് മുന്നിലേക്ക് വെക്കുക. മുന്നിലേക്ക് വെക്കുമ്പോഴത്തേക്കും ഗോങ് അഥവാ ബോ സ്റ്റാൻസ് ആ ഒരു പൊസിഷനിലാണ് ഇത് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ വീഡിയോ നമ്മൾ 5 സ്റ്റാൻസിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാൻസിൻ്റെ പൊസിഷൻ മനസ്സിലാവും. അപ്പം ഈ ഒരു പൊസിഷനിലേക്ക് വരിക. ഇനി ഇവിടുന്ന് ലെഗ് എടുത്തിട്ട് അടുത്ത ഫോർവേഡ് ലെഗ് ഈ കാലെടുത്തിട്ട് അടുത്തൊരു സ്റ്റെപ്പ് വെക്കുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടല്ല വരുന്നത്, പകരം ഈ ഒരു മൂവ്മെൻറ്റിൽ വന്നിട്ട് ഇതിലേക്കാണ് പോകുന്നത്. കൈ ശരിക്കും ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക, ഇതുപോലെ ബോഡി മുന്നിലേക്ക് ഇങ്ങനെ ബെൻഡായി പോവാതെ സ്ട്രൈറ്റ് ആക്കി വെക്കുക. അതുപോലെ സ്റ്റാൻസ് ഡീപ്പാക്കി വെക്കുക. നല്ല ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു മൂവ്മെൻ്റ് ഒന്ന് മൂവ് ചെയ്ത് വാക്ക് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇതുപോലെ. ഇപ്പോൾ അടുത്തത് നമുക്ക് ഡ്രോപ്പ് സ്റ്റാൻസ് അഥവാ പുബു ആ ഒരു പൊസിഷനിലേക്ക് പോവാം. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബോഡി ഫുള്ളായിട്ട് നമ്മൾ ടേൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു പൊസിഷനിലേക്ക് ടേൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. ടേൺ ചെയ്യുന്നു, ലെഗ് ഇവിടെ നിന്ന് റൈസ് ചെയ്യുന്നു, ലെഗ് റൈസ് ചെയ്തിട്ട് സ്റ്റാൻഡിങ് ലെഗ് ഇതിൽ ഡൗൺ ഫുള്ളായിട്ട് നീ ഒന്ന് ബെൻഡ് ചെയ്യുന്നു, ലെഗ് ഇവിടെ നിന്ന് ഇതുപോലെ ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നു, ബോഡി വെയിറ്റ് ഇതിലേക്ക് കൊടുക്കുന്നു. അതിനോടൊപ്പം ലെഗ് റൈസ് ചെയ്യുന്നതോടൊപ്പം ബോഡി ഒന്ന് ടേൺ ചെയ്യുന്നു. ഇത് ഇവിടെ നിന്ന് റൈസ് ചെയ്യുന്ന വരുന്ന സമയത്ത് ബോഡി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നു, ഇവിടെ നിന്ന് ഈ മൂവ്മെൻറ്റിലേക്ക് എടുക്കുന്നു. വീണ്ടും ഇതിലേക്ക് വരുന്ന സമയത്ത് ലെഗ് റൈസ് ചെയ്യുന്നു, ബോഡി ടേൺ ചെയ്യുന്നു, ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ലെഗ് റൈസ് ചെയ്യുന്നു, ടേൺ ചെയ്യുന്നു. ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കൈകൾ കൂടി ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുക്കാം. പൊസിഷനിൽ വരിക, ഇവിടെ നിന്ന് ഇതുപോലെ ഷോൾഡർ വിത്തിലേക്ക് വരിക, ഇവിടെ കൈ രണ്ടും കൊടുക്കുക. നമ്മൾ സാധാരണ നോർമലി ഇങ്ങനെ ഹാൻഡ്സ് റൊട്ടേഷനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് നോർമലി എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ചെയ്താൽ മതി. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് 1 ഹാൻഡ് വീതം ഈ കൈ ഇവിടുന്ന് മുകളിലേക്ക് ഈ ഒരു ആംഗിളിലേക്ക് ഒന്ന് റൈസ് ചെയ്യുന്നു. റൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വിരലുണ്ട് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതൊരു ക്യാച്ചിലേക്ക് വരുന്നത്, നമ്മൾ ഓപ്പോസിറ്റ് ഒരു കൈയിലേക്ക് ഒരു ക്യാച്ച് വരുന്നൊരു നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു പഞ്ചിന് നമ്മളിവിടെ റിസ്റ്റിലേക്ക് ഓപ്പണന്റിന്റെ റിസ്റ്റിലേക്ക് നമ്മൾ ക്യാച്ച് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ ഈ കൈ എടുക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഒരു പൊസിഷനിലേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. 1 തിരിച്ചു പോകുന്ന സമയത്ത് 2 ഓപ്പോസിറ്റ്, വീണ്ടും തിരിച്ചു പോകുന്ന സമയത്ത് 3, തിരിച്ചു പോകുമ്പോൾ 4. ഇങ്ങനെ 1 by 1 ആയിട്ട് കുറച്ച് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ബോഡിയുടെ കുറച്ച് ഫോഴ്സ് കൊടുത്തുകൊണ്ട് എടുക്കുക. ഇത് 1 by 1 ആയിട്ട് എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഇതിന് ടൈം ഒരു അല്പം കൂടി കുറച്ചും കൂടി സ്പീഡാക്കുക. സ്പീഡ് ചെയ്യുന്നതോടൊപ്പം
ഫോഴ്സ് നല്ല രീതിയിൽ വരുത്താൻ ശ്രമിക്കുക, ബോഡിക്ക് നല്ല രീതിയിൽ പവർ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ഹാൻഡ് റൊട്ടേഷൻ കൂടി ചെയ്യാം. ഇതുപോലെ ലെഗ് ഇതുപോലെ തന്നെ പൊസിഷനിൽ വെക്കുക, ഷോൾഡർ വിത്തിൽ തന്നെ വെക്കുക, കൈ ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി വെക്കുക. ഇനി ഇവിടെ നമ്മൾ കൈ താഴേക്ക് വരാതെ ക്ലോസ് ആവാതെ ഇതേ പൊസിഷൻ ഇത്രയും വൈഡ് ഈ ഒരു ആംഗിളിൽ തന്നെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നോക്കി ഉണ്ടോ, ഇതുപോലെ രണ്ട് കൈ ആ ഒരു ഡയറക്ഷനിൽ തന്നെ പോവുക, കൈ ഒന്ന് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, തിരിച്ച് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരിക, വീണ്ടും അവിടെ നിന്ന് ഓപ്പോസിറ്റ് ടേൺ ചെയ്യുക, ഒന്നുകൂടി പോയിട്ട് ഇവിടെ വരിക. 1 2 1 2. അപ്പോൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ഇല്ലാതെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. സ്ലോവിലി ഓരോ ദിവസം തോറും പ്രാക്ടീസ് ചെയ്യുന്നതോറും സ്പീഡ് പതിയെ പതിയെ കൂട്ടുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ട്രെയിനിങ്ങിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, നിങ്ങളൊരു ആറ്റിറ്റ്യൂഡ് നല്ല രീതിയിൽ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ റിസൾട്ട് നല്ല രീതിയിൽ തന്നെ വരും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.